Hi guys, welcome back to our channel. I am Sruthy. This is a makeup video. We will see how we can do kohl in this video. So, we will see it. Now, we will start with Maybelline kohl. താഴെയും മുകളിലും നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാന്ന് നോക്കാം. ഓക്കേ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് താഴത്തെ ആ വാട്ടർ ലൈനും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഈ ഭാഗല്ലേ അവിടെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അധികം കറുപ്പിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ഈ രണ്ടറ്റല്ലേ, ഈ രണ്ടറ്റം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ നമുക്ക് മുകളിൽ എഴുതാം. മുകളിൽ എഴുതാനായിട്ട് ജസ്റ്റ് കണ്ണിന്റെ ഈ പീലിയില്ലേ, എവിടെയാണോ പീലിയുടെ അറ്റം തുടങ്ങുന്ന ഈ ഭാഗത്ത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്തോണം കൊടുക്കാൻ പോകണം. അത് കട്ടിയൊന്നും ആക്കണില്ല, ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യാം ഇവിടെ ഈ ഭാഗം മാത്രം. ഓക്കെ, അതെങ്ങനെയാന്ന് നോക്കാം. അപ്പം അതിന് ജസ്റ്റ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പം അത് നോക്കാം. നമ്മൾ ഈ ഐലാഷസിന്റെ തൊട്ട് മുകളിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു അല്ലേ. ഇനി നമുക്ക് വിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കണ്ണില്ലേ, ഇതിൻ്റെ അറ്റം, ഈ അറ്റത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വലിച്ചാൽ മതി ഇവിടെ പുറത്തേക്ക്. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗം ഒന്നുകൂടെ കുറച്ചുകൂടെ കട്ടിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് ഈ പീലി നമ്മൾ വാലിട്ടില്ലേ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതുക. ഈ അറ്റത്തെത്തുമ്പോൾ അധികം കട്ടിയാക്കണ്ട കേട്ടോ, ഇവിടേക്ക് അധികം കട്ടിയാക്കണ്ട. ഈ നടുക്ക് ഈ വാല് തൊട്ട് ഈ ഒരു സെന്റർ വരെ കട്ടിയാക്കിയാൽ മതി. നമ്മളപ്പോൾ മുകളിൽ എഴുതി കഴിഞ്ഞു. ഇനിയപ്പോൾ നമുക്ക് താഴെ എഴുതാം. താഴെ നേരത്തെ നമ്മൾ ജസ്റ്റ് വാട്ടർ ലൈൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തല്ലേ കൊടുത്തേ, അപ്പോൾ ഒന്നുകൂടെ കട്ടിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അതുപോലെ ഒരു സ്മഡ്ജ് ചെയ്ത പോലെ ഒരു എഫക്റ്റും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് താഴേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനൊന്ന് ഇതാക്കുക, ഷെയ്ഡ് ചെയ്തോണാക്കുക. അപ്പം നമ്മൾ മുകളിലും താഴെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കോർണർ ഒന്ന് ഷേപ്പാക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിക്കാം. കണ്ണിൻ്റെ
ഈ മൂക്കിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എഴുതുക. രണ്ട് സൈഡൊന്ന് കൂട്ടിമുട്ടിക്കുക. അപ്പൊ നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ലേ, ഈ ഭാഗത്തൊക്കെ ഗ്യാപ്പ് ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഒരൊറ്റ കോളാണ്ടാണ് ഇങ്ങനെ കണ്ണെഴുതിയത്. നിങ്ങൾ വിരലുകൊണ്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യാൻ പറഞ്ഞത് ബഡ്സും അതുപോലെ തന്നെ ബ്രഷൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്താൽ മതി. അല്ലാത്തവർ വിരലുകൊണ്ട് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്രയും കട്ടിയിൽ നല്ല വലിയ കണ്ണാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. നമ്മുടെ കണ്ണ് ചെറുതാണെങ്കിൽ ഇത്രയും കട്ടിയിൽ എഴുതരുത്. എഴുതിയാൽ ഉള്ള ആ വലിപ്പം കുറച്ചുകൂടെ കുറഞ്ഞു കാണും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ. കാരണം ഒരൊറ്റ കോള് മതി, നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഐ ലുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ ഓരോരുത്തരുടെ കണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ണ് എഴുതാം എന്നിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.